നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ച ശേഷം ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. രാവിലെ 8:20 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 5.62% പോളിംഗ്. കേരളത്തിൽ ത്രികോണ മത്സരിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് ആദ്യ മത്സരത്തിൽ. ആറ്റിങ്ങലാണ് കൂടുതൽ പോളിംഗ്. 9.52% ആറ്റിങ്ങലിലെ പോളിംഗ്. CPM-ഉം കോൺഗ്രസും BJP-യും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണിത്. പതിവ് രീതികൾ കൈവിട്ട് തിരുവനന്തപുരത്ത് മികച്ച പോളിംഗ് ആണ് നടക്കുന്നത്. വടകരയിൽ പോളിംഗിൽ മന്ദത കാണുന്നുണ്ട്. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് ആദ്യ മണിക്കൂറിൽ 6%-ലധികം പോളിംഗ് കടന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ആദ്യ മണിക്കൂറിലെ ശതമാന കണക്കുകൾ നൽകുന്ന സൂചന. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും കേന്ദ്രസേനയും സുരക്ഷയൊരുക്കും. വോട്ടെടുപ്പിന് 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂരിലും വയനാട്ടിലും അതീവ സുരക്ഷയാണ്. ഏകോപനത്തിനും പ്രത്യേക സംവിധാനമുണ്ട്. നോഡൽ ഓഫീസർ ADGP MR അജിത് കുമാർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ IG ഹർഷിത അട്ടല്ലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ 20 മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ 144 ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കിയിട്ടുണ്ട്. ഓരോന്നിന്റെയും ചുമതല DYSP അല്ലെങ്കിൽ SP-മാർക്കാണ്. ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ക്രമസമാധാന പാലനത്തിനായി 2 വീതം പട്രോൾ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. ദ്രുതകർമ്മസേന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകും. ആകെയുള്ള 20 മണ്ഡലങ്ങളിൽ 2 ശരിക്കും ത്രികോണ മത്സരം. കഴിഞ്ഞ തവണ TM പ്രതാപനോട് UDF-നൊപ്പം നിന്ന് തൃശൂരും 2 തവണ തരൂരിനൊപ്പം നിന്ന് തിരുവനന്തപുരം കടുത്ത മത്സരത്തിലാണ്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിലും ത്രികോണ പ്രചാരണം ചൂടുണ്ട്. കേരളത്തിൽ 2,77,49,159 പേരാണ് ആകെ വോട്ടർമാർ. 25,231 ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്ങും കനത്ത സുരക്ഷയ്ക്ക് 62 കമ്പനി കേന്ദ്രസേന അധികമായുണ്ട്. കേരളത്തിൽ പോളിംഗ് 80% മേലെ എത്തിക്കാനാണ് മുന്നണികളുടെ ശ്രമം. പോളിംഗ് മണ്ഡലം തിരിച്ചു പറയുമ്പോൾ തിരുവനന്തപുരം 8.54, ആറ്റിങ്ങൽ 9.52, കൊല്ലം 8.48, പത്തനംതിട്ട 8.84, മാവേലിക്കര 8.88, ആലപ്പുഴ 9.02, കോട്ടയം 9.37, ഇടുക്കി 8.93, എറണാകുളം 8.99, ചാലക്കുടി 8.93, തൃശൂർ 8.43, പാലക്കാട് 8.59, ആലത്തൂർ 8.45, പൊന്നാനി 7.24, മലപ്പുറം 7.86, കോഴിക്കോട് 7.94, വയനാട് 8.78, വടകര 7.47, കണ്ണൂർ 8.44, കാസർഗോഡ് 8.02. സംസ്ഥാനത്താകെ 1,800 പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. കള്ളവോട്ടിന് ശ്രമമുണ്ടായാൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 60,000-ലേറെ പോലീസുകാരും 62 കമ്പനി കേന്ദ്രസേനയും സുരക്ഷയ്ക്ക് വിന്യസിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 7 ജില്ലകളിൽ പൂർണ്ണ വെബ്കാസ്റ്റിംഗാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. പലയിടത്തും വോട്ടിംഗ് യന്ത്രം തകരാറിലായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ നെയ്യാറ്റിൻകരയിൽ 5 തകരാറുണ്ടായത്. കണ്ണൂരിൽ 4 വോട്ടിംഗ് യന്ത്രം തകരാറിലാണ്. പത്തനംതിട്ടയിൽ 4 ബൂത്തുകളിലും വടകര മണ്ഡലത്തിൽ വാണിമേൽ 2 ബൂത്തുകളിലും യന്ത്രം തകരാറിലായി. ഫറോക്ക് വെസ്റ്റ് നല്ലൂരിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. വടകര മാക്കൂൽ പീടിക 110 നമ്പർ ബൂത്തിലും പാലക്കാട് പിരിയാരി 123 നമ്പർ ബൂത്തിലും പോളിംഗ് തുടങ്ങാനായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.